നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC കഴിഞ്ഞ ദിവസം നടത്തിയ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷൻ ആണ്. ഓക്കെ, അപ്പോ ക്ലാസ്സിലേക്ക് പോയാലോ? നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിലേ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, കമ്പനി LGS, ബെഫ്കോ LD, CPO WCPO 2026, ഫയർമാൻ ഫയർവുമൺ 2026, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നു. 10th പ്രിലിംസ് 2025, ദഫേദാർ എന്നീ ബാച്ച് കോഴ്സുകൾ, ജനറൽ PSC ബാച്ച് കോഴ്സ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ബാച്ച് കോഴ്സുകൾ, സ്റ്റഡി പ്ലാൻ അടക്കം റണ്ണിംഗ് ആണ്. ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം കോഴ്സിൽ അവൈലബിൾ ആയിരിക്കും. പുതിയ SCRT, പഴയ SCRT എല്ലാം അവൈലബിൾ ആയിരിക്കും. 24/7 ആപ്പിന് ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കും. ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്ട്ലി ചോദിക്കാനുള്ള ചാറ്റ് ഓപ്ഷനും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സുകളെല്ലാം എടുക്കുക. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യണേ. അപ്പോ ക്ലാസ്സിലേക്ക് പോയാലോ? ആദ്യത്തെ ചോദ്യം, ഏത് വിഭാഗവുമായാണ് മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത്? ഡച്ചുകാരുമായിട്ടാണ് 1741 ഓഗസ്റ്റ് മാസം 10 മാർത്താണ്ഡവർമ്മ യുദ്ധത്തിൽ ഏർപ്പെട്ടത്. ഇതിൽ പരാജയപ്പെടുത്തിയത് ഡച്ചുകാരാണ്. ഇപ്പൊ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ ശക്തി ഡച്ചുകാർ. തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ട ഡച്ച് സൈന്യാധിപൻ ആരാണ്? ഡിലനോയി ആണ്. ഈ ഡിലനോയി ആണ് മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ. അടുത്ത ചോദ്യം, ചൈനയിലെ ലോങ് മാർച്ച് താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാവോ സേതുങ്ങുമായി ബന്ധപ്പെട്ടതാണ് ലോങ് മാർച്ച്. വ്യാവസായിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യം, വ്യാവസായിക വിപ്ലവം ബ്രിട്ടൻ. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം, രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. മാരക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ഏത് രാജ്യത്താണ്? ബ്രസീലിലാണ് മാരക്കാന ഫുട്ബോൾ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായ പ്രസ്താവനകൾ: സമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള ഭൂവൽക്കത്തിന് വൻകരകളിലെ ഭൂവൽക്കത്തിനേക്കാൾ കട്ടി കുറവാണ്. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നു. സൗര വികിരണങ്ങൾക്ക് ഭൗമ വികിരണങ്ങളെക്കാൾ തരംഗ ദൈർഘ്യം കുറവാണ് എന്നിവ ശരി. പെഡോളജി എന്നത് മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? തെറ്റായിട്ടുള്ളത് 1, 2, 3 തെറ്റാണ്. കൊൽക്കത്ത നഗരം ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു, അത് ശരിയാണ്. അപ്പൊ ഓപ്ഷൻ D ആണ് ഉത്തരം. കാറ്റിന്റെ ഗതിയെയോ വേഗതയെയോ സ്വാധീനിക്കാത്ത ഘടകം ഏത്? സ്വാധീനിക്കാത്തത് വേലി ബലമാണ്. കോറിയോലിസ് ബലം, ഘർഷണ ബലം, മർദ്ദവ്യത്യാസം കാരണം ഉണ്ടാകുന്ന ബലം, ഇവയൊക്കെ കാറ്റിന്റെ ഗതിയെയോ വേഗതയോ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ 1ഉം 4ഉം ആണ്. ബാക്കി 2ഉം ശരിയാണ്. പാമ്പാർ നദി കിഴക്കോട്ട് ഒഴുകുന്നു. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. സ്ലിം മിഷൻ ഏത് രാജ്യത്തിന്റെ ചാന്ദ്ര ദൗത്യമാണ്? ജപ്പാന്റേതാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി ആരാണ്? KN രാജ്. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? നബാർഡ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളാക്കിയ പഞ്ചവത്സര പദ്ധതി 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറി. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ എന്തെല്ലാം? ഭക്ഷ്യക്ഷാമം ഇല്ലാതായി, ഉൽപാദനം വർദ്ധിച്ചു, സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതിലൂടെ ഉൽപാദനം വർദ്ധിച്ചു, ധാന്യശേഖരം വർദ്ധിച്ചു, വിദേശ ആശ്രയത്വം ഇല്ലാതായി. അപ്പൊ ഈ തന്നിരിക്കുന്നതെല്ലാം ശരിയാണ്. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെ ആശയങ്ങളാണ്? ഭരണഘടനാ പുനരവലോകനവും സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയുമാണ് അമേരിക്കയിൽ നിന്നും കടമെടുത്തിരിക്കുന്നത്. ഹൈക്കോടതികളുടെ റിട്ട് അധികാരം അനുച്ഛേദം 226 പ്രതിപാദിക്കുന്നത്. മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഭേദഗതി ഏത്? 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ജയിക്കാൻ ഭൂരിപക്ഷം വോട്ട് വേണം,
വോട്ട് പാർട്ടിക്ക് എന്നിവയാണ്. കൺകറന്റ് ലിസ്റ്റിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതൊക്കെ? കൺകറന്റ് ലിസ്റ്റിൽ പെടാത്തത് പൊതുജനാരോഗ്യം, മൃഗസംരക്ഷണം എന്നിവയാണ്. തൊഴിൽ സംഘടന, മായം ചേർക്കൽ എന്നിവ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. നിയമനിർമ്മാണ നടപടിക്രമങ്ങളിൽ കമ്മിറ്റി ഘട്ടത്തിൽ പെട്ടത് ഏത്? വിശദമായി പരിശോധിക്കുക എന്നുള്ളത്. 2024 റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീം എന്തായിരുന്നു? ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് എന്നത്. 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി താഴെ പറയുന്നവരിൽ ആരായിരുന്നു? സി അച്യുതമേനോനാണ്. 1975. കുടുംബശ്രീ സംവിധാനത്തിലെ മധ്യതലമായ ADS ഭരണസമിതിയിലെ ആകെ അംഗങ്ങൾ 11. 2024 ഫെബ്രുവരി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത് തളിപ്പറമ്പാണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം. ഇപ്പോഴത്തെ കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ചിറ്റയം ഗോപകുമാർ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗം. ഫംഗസ് മൂലമാണ് വട്ടച്ചൊറി ഉണ്ടാകുന്നത്. പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ശരീര തുലനനില പാലിക്കാൻ സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലം. റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ എ ആണ്. AI അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏത്? മധ്യപ്രദേശ് ആണ്. ഒരു ഗ്ലാസ് ദണ്ട് സിൽക്ക് കൊണ്ട് ഉരസിയാൽ അതിനെന്ത് സംഭവിക്കും? സിൽക്കിന് ഇലക്ട്രോൺ നൽകുന്നു. ഭ്രമണ ചലനത്തിൽ ബലത്തിനോട് തുല്യമായത് എന്താണ്? ടോർക്കാണ്. ടോർക്ക്. ഏറ്റവും ഉയർന്ന വിശിഷ്ട താപധാരിതയുള്ള പദാർത്ഥത്തിന്റെ പേര്? ജലം. ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൺ ശ്രേണി കാണപ്പെടുന്ന മേഖല ഏത്? അൾട്രാവയലറ്റ് മേഖല. അമ്ലം എന്നാൽ ഹൈഡ്രജൻ അയോൺ ദാതാവാണ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അരീനിയസ് ആണ്. അരീനിയസ് പ്രിൻസിപ്പിൾ. ഗ്രാഫൈറ്റ് ആണ് തെർമോഡൈനാമിക്കലി മോസ്റ്റ് സ്റ്റേബിൾ ഫോം ഓഫ് കാർബൺ. ഗ്രാഫൈറ്റ്. അടുത്ത ചോദ്യം, കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ നാടകരംഗത്തെ പ്രശസ്ത കലാകാരി നിലമ്പൂർ ഐഷയ്ക്ക് ലഭിച്ച അവാർഡുകൾ ഏതെല്ലാമാണ്? SL പുരം സദാനന്ദൻ പുരസ്കാരം ലഭിച്ചു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചു. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. കായിക പ്രതിഭകളുടെയും ആത്മകഥകളുടെയും പേര് നൽകിയിരിക്കുന്നതിൽ ശരിയായി യോജിപ്പിച്ച ജോഡി കണ്ടെത്തുക. സുനിൽ ഗവാസ്കർ സണ്ണി ഡേയ്സ് ആണ് ആത്മകഥ. സൈന നേവാൾ പ്ലേയിങ് ടു വിൻ ആണ് ആത്മകഥ. ഇത് രണ്ടുമാണ് ശരി. നോവലിന്റെയും നോവലിസ്റ്റുകളുടെയും പേരുകൾ ചേർത്ത് നൽകിയതിൽ ശരിയായി യോജിപ്പിച്ച ജോഡി കണ്ടെത്തുക. ബുദിനി സാറ ജോസഫ് ആണ് രചിച്ചത്. റാം കെയർ ഓഫ് ആനന്ദി അഖിൽ P ധർമ്മജന്റേതാണ്. ഇവിടെ മീശ S ഹരീഷും സമുദ്രശില സുഭാഷ് ചന്ദ്രനുമാണ്. പ്രമുഖ സാമ്പത്തിക ശാസ്ത്ര പണ്ഡിതനായിരുന്ന ഡോക്ടർ M കുഞ്ഞാമനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? എതിരെ എന്ന ആത്മകഥയ്ക്ക് ലഭിച്ച കേരള സാഹിത്യ അക്കാദമി അവാർഡ് നിരസിച്ചു. ദീർഘകാലം കേരള സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു. അടുത്തത് മാത്സ്. 0, 7, 26, 63 ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ 124. സമയം 4:20 ആണെങ്കിൽ ക്ലോക്കിന്റെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് 10 ഡിഗ്രി. 2001 ജനുവരി 5 വെള്ളിയാഴ്ചയാണെങ്കിൽ 2010 ജനുവരി 5 ഏത് ദിവസമായിരിക്കും? ചൊവ്വ. ക്ലോക്കിലെ സമയം 5:10 ആണെങ്കിൽ കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ സമയം എത്രയായിരിക്കും? 6:50. ഒരാൾ ഒരു സ്ഥലത്ത് നിന്നും കിഴക്കോട്ട് 60 മീറ്റർ സഞ്ചരിച്ചു. അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് 80 മീറ്ററും തുടർന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 20 മീറ്ററും വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 20 മീറ്ററും സഞ്ചരിച്ചു. ഇപ്പോൾ അയാൾ യാത്ര ആരംഭിച്ച സ്ഥലത്ത് നിന്നും എത്ര ദൂരത്തായിരിക്കും? 100 മീറ്റർ ആണ്. ഒരു ചതുരത്തിന്റെ നീളം 30% വർദ്ധിപ്പിക്കുകയും വീതി 30% കുറയ്ക്കുകയും ചെയ്താൽ പരപ്പളവിൽ എന്ത് മാറ്റം ഉണ്ടാകും? 9% കുറയും. A ഒരു ജോലി 20 ദിവസം കൊണ്ടും B അതേ ജോലി 12 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. A 5 ദിവസം ജോലി ചെയ്തതിനു ശേഷം നിർത്തിപ്പോയി. ബാക്കി ജോലി ചെയ്തു തീർക്കാൻ Bക്ക് എത്ര ദിവസമാണ് വേണ്ടത്? 9 ദിവസം. 15 പേരുടെ ശരാശരി ഭാരം 50 കിലോഗ്രാം എന്ന് കിട്ടി. പിന്നീട് 2 പേരുടെ ഭാരങ്ങൾ 48 കിലോഗ്രാം 57 കിലോഗ്രാം എന്ന് രേഖപ്പെടുത്തിയത് തെറ്റാണെന്നും ശരിയായ ഭാരങ്ങൾ 56 കിലോഗ്രാം 64 കിലോഗ്രാം ആണെന്നും മനസ്സിലായി. എങ്കിൽ
ശരിയായ ശരാശരി ഭാരം എത്രയാണ്? 51 കിലോഗ്രാം. 12 സെന്റിമീറ്റർ നീളവും 10 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വൃത്തത്തിന്റെ പരപ്പളവ് എത്ര? 25 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ഒരാൾ ഒരു സാധനം 20% നഷ്ടത്തിൽ വിറ്റു. 180 രൂപ വില കൂട്ടി വിറ്റിരുന്നെങ്കിൽ 10% ലാഭം കിട്ടുമായിരുന്നു. അതിന്റെ വാങ്ങിയ വില 600 രൂപയാണ്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷകന് താഴെ പറയുന്നവയിൽ ഏതാണ് പൊതുരേഖയായി നൽകാൻ സാധിക്കുന്നത്? പൊതുരേഖയായി നൽകാൻ സാധിക്കുന്നത് മറ്റൊരാളുടെ ജാതി സർട്ടിഫിക്കറ്റ് ആണ്. BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകൻ വിവരാവകാശ നിയമപ്രകാരം ഒടുക്കേണ്ട ഫീസ് ഒടുക്കേണ്ടതില്ല. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം അധിക ഫീസ് ഒടുക്കാൻ ആവശ്യപ്പെട്ടാൽ അപേക്ഷകൻ എത്ര ദിവസത്തിനുള്ളിൽ ഫീസ് ഒടുക്കണം? കാലയളവ് നിഷ്കർഷിച്ചിട്ടില്ല. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി 5 വർഷം എന്നാണ് കൊടുത്തത്. 3 years ആണ് വരേണ്ടിയിരുന്നത്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ സ്വീകരിക്കുന്നതിന് വിസമ്മതിക്കുകയോ നിർദ്ദേശിച്ചിട്ടുള്ള സമയപരിധിയിൽ വിവരം നൽകാതിരിക്കുകയോ അഥവാ അപേക്ഷ ഉത്തമ വിശ്വാസമില്ലാതെ നിഷേധിക്കുകയോ അഥവാ അറിഞ്ഞുകൊണ്ട് തെറ്റായതും അപൂർണമായതും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരം നൽകുകയോ ഏതെങ്കിലും തരത്തിൽ വിവരം നൽകുന്നതിനെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് നിയമപ്രകാരം പരമാവധി ചുമത്താവുന്ന പിഴ സംഖ്യ 25,000 രൂപയാണ്. സർവ്വദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി 3 വർഷം. കസ്റ്റഡി മരണങ്ങൾ എത്ര മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷന് മുൻപാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം? 24 മണിക്കൂറാണ്. നെൽസൺ മണ്ടേല റൂൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന പ്രമാണം ഏത്? 1955 സ്റ്റാൻഡേർഡ് മിനിമം റൂൾസ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് പ്രിസണേഴ്സ് ആണ്. മനുഷ്യാവകാശ ലംഘനമാകുന്നതായി ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര വർഷം കഴിഞ്ഞ ശേഷം ഒരു സംഗതിയിലും കമ്മീഷനോ സംസ്ഥാന കമ്മീഷനോ അന്വേഷണ വിചാരണ നടത്താൻ പാടുള്ളതല്ല? 1 വർഷം. കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ എവിടെയാണ്? തവനൂരാണ്. കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് കാപ്പ നിയമം പ്രകാരം കരുതൽ തടങ്കിൽപ്പെടുന്ന ആൾക്കാരെ പാർപ്പിക്കുന്ന ജയിൽ ഏത്? സെൻട്രൽ ജയിലിലാണ് പാർപ്പിക്കുന്നത്. ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം ഏത്? സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ. കേരള സംസ്ഥാനത്തിലെ ജയിൽ വകുപ്പ് മേധാവിയുടെ തസ്തികയുടെ പേര് എന്ത്? ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസസ്. തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കുവാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി എത്രയാണ്? 6 വയസ്സാണ്. മനോവിശ്ലേഷണം എന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രോയിഡ്. ദൈനംദിന സാഹചര്യങ്ങളെ കുറിച്ചുള്ള തീവ്രവും അമിതവുമായ ആശങ്കയും ഭയവും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് അവസ്ഥയുടെ ലക്ഷണമാണ്? ഉത്കണ്ഠയാണ്. ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം ആരാണ് അവതരിപ്പിച്ചത്? ഗാർഡനർ. ആക്രമണോത്സുകത നിരീക്ഷണം വഴി പഠിക്കുന്നു എന്ന പരീക്ഷണത്തിലൂടെ സ്ഥാപിച്ച മനഃശാസ്ത്ര സൈദ്ധാന്തികൻ ആരാണ്? ബന്ദുര. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആന്തരിക അഭിപ്രേരണയിൽ പെട്ടത് ഏത്? ആത്മസംതൃപ്തി. ഗുരുതരമായ പരിക്കിനെ തുടർന്നുള്ള മരണസാധ്യത തടയുന്നതിനായി ചികിത്സ സമയബന്ധിതമായി ലഭ്യമാകുന്നതിന് അപകടം നടന്ന് കഴിഞ്ഞ ഉടനെയുള്ള 1 മണിക്കൂർ സമയം വളരെ പ്രധാനമാണ്. ഈ മണിക്കൂർ അറിയപ്പെടുന്നത് സുവർണ മണിക്കൂർ എന്ന പേരിലാണ്. ആൾക്കാരെയോ ചരക്കോ കൊണ്ടുപോകുന്നതിനായി ഒരു മോട്ടോർ വാഹനത്തിൽ ഘടിപ്പിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന കുറഞ്ഞത് 2 ചക്രങ്ങളെങ്കിലുമുള്ള സ്വയം പ്രൊപ്പൽഷൻ ഇല്ലാത്ത ഒരു റോഡ് വാഹനം ഏത് കാറ്റഗറിയിൽ പെടുന്നു? കാറ്റഗറി ടി. ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായ പരിധി 20 വയസ്സ്. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിന് ഫോം 1A നൽകേണ്ടി വരുന്നത് ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുമ്പോൾ കൂടാതെ അപേക്ഷകന് 40 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ. കേരള മോട്ടോർ വാഹന റൂൾസ് 1989 ലൈസൻസിംഗ് അതോറിറ്റി ഒരു ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട റൂൾ 19. ഒരു കോൺട്രാക്ട് കാരിയേജ് വാഹനത്തിന്റെ പെർമിറ്റ് കാലാവധി എത്രയാണ്? പെർമിറ്റ് കാലാവധി 5 വർഷം. 6 വർഷം പഴക്കമുള്ള ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന് ലഭിക്കുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 2 വർഷം.
മോട്ടോർ വാഹന ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 റൂൾ 3 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മറ്റു റോഡ് ഉപയോക്താക്കളോടും പൊതുജനങ്ങളോടുമുള്ള ഒരു ഡ്രൈവറുടെ കടമ. പരസ്പരം കടന്നുപോകാൻ അസൗകര്യമുള്ള മൗണ്ടൻ റോഡുകളിലും കുത്തനെയുള്ള റോഡുകളിലും ഒരു വാഹനം കയറി വരുമ്പോൾ ഇറങ്ങുന്ന വാഹനത്തിന്റെ ഡ്രൈവർ തന്റെ വാഹനം എന്തു ചെയ്യണം? ഇടതുവശം ചേർത്ത് ഒതുക്കി നിർത്തേണ്ടതാണ്. കയറ്റം കയറി വരുന്ന വാഹനത്തെ ആദ്യം കയറ്റി വിടേണ്ടതാണ്. 2 ചക്രത്തിൽ കൂടുതലുള്ള ഒരു വാഹനം റോഡിൽ തടസ്സമാകുന്ന രീതിയിൽ ബ്രേക്ക് ഡൗൺ ആയാൽ ചെയ്യേണ്ട മുൻകരുതൽ. ഈ പറഞ്ഞതെല്ലാം മുൻകരുതലാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. താഴെ പറയുന്നവയിൽ ഹാൻഡ് കൺട്രോളുകൾ ഏതെല്ലാം? ഹാൻഡ് കൺട്രോളുകൾ, വൈപ്പർ ആൻഡ് ഇഗ്നീഷൻ, ഇത് രണ്ടും ശരിയാണ്. ഒരു ഡ്രൈവർക്ക് ഉണ്ടാകേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏതെല്ലാം? ഡ്രൈവർക്ക് ഉണ്ടാകേണ്ട മറ്റു റോഡ് ഉപയോക്താക്കളുടെ സുരക്ഷയെക്കുറിച്ചുള്ള കരുതൽ ഉണ്ടാവണം. ഡിഫൻസീവ് ഡ്രൈവിംഗ് ഉണ്ടാവണം. താഴെ പറയുന്നവയിൽ ഏത് വാഹനത്തിനാണ് റോഡിൽ മുൻഗണന നൽകേണ്ടത്? ആംബുലൻസിനാണ്. താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ഡിഫൻസീവ് ഡ്രൈവിംഗ് ടെക്നിക്കുകൾ? ഈ തന്നിരിക്കുന്നതെല്ലാം ജഡ്ജ്മെന്റ്, ആന്റിസിപ്പേഷൻ, എസ്കേപ്പ് റൂട്ട്. MSM എന്നാൽ എന്ത്? MSM എന്നാൽ മിറർ സിഗ്നൽ മാനേവർ. കേരളത്തിലെ 4 വരിയില്ലാത്ത സ്റ്റേറ്റ് ഹൈവേ റോഡുകളിൽ ഒരു ചരക്ക് വാഹനത്തിന് നിയമപരമായി സഞ്ചരിക്കാൻ കഴിയുന്ന പരമാവധി വേഗത എത്ര? മണിക്കൂറിൽ 65 കിലോമീറ്റർ. ലോഡ് ഉൾപ്പെടെ ഒരു വാഹനത്തിന് അനുവദനീയമായ ഭാരം, ഗ്രോസ് വെഹിക്കിൾ ഭാരം. റോഡ് അപകടം സംഭവിച്ചാൽ എത്ര സമയത്തിനകം ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം? 24 മണിക്കൂർ. ജംഗ്ഷനുകളിൽ ചുവപ്പ് ട്രാഫിക് ലൈറ്റ് തെളിഞ്ഞാൽ വാഹനം എവിടെ നിർത്തണം? സ്റ്റോപ്പ് ലൈനിന് മുൻപ്. പ്രായപൂർത്തിയാകാത്ത ഒരു വ്യക്തി ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കാതെ പൊതുസ്ഥലത്ത് മോട്ടോർ വാഹനം ഡ്രൈവ് ചെയ്താൽ വാഹന ഉടമ അല്ലെങ്കിൽ രക്ഷകർത്താവ് നൽകേണ്ട പിഴത്തുക എത്ര രൂപ? 25,000. ചുവടെയുള്ള വാക്യങ്ങളിൽ തെറ്റായത് കണ്ടെത്തുക. കേന്ദ്ര മോട്ടോർ വാഹന ചട്ട 168 പ്രകാരം അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ പേരും മേൽവിലാസവും ആശുപത്രി അധികൃതർക്ക് നൽകിയിരിക്കണം. 3 വയസ്സ് പ്രായമുള്ള കുട്ടിയുമായി മോട്ടോർ സൈക്കിളിൽ ഉള്ള യാത്ര സേഫ്റ്റി ഹാർനസ് ഉപയോഗിക്കണം. താഴെ പറയുന്ന വാക്യങ്ങളിൽ ശരിയായത് ഏത്? സ്വയം വിറ്റ്നസ് ആകാനും ആകാതിരിക്കാനും സാധിക്കും. മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള കുറ്റത്തിന് പിഴയിടുന്നത് ഈ ചെല്ലാൻ മുഖേന. വാഹനത്തിന്റെ രേഖകൾ പിടിച്ചെടുക്കാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ്? പോലീസ് ഓഫീസർ, AMVI, സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥൻ. എല്ലാം ശരിയാണ്. വാഹനത്തിൽ ഫാസ്ടാഗ് പതിക്കേണ്ടത് എവിടെ? വിൻഡ് സ്ക്രീനിലാണ്. സ്പീഡ് ഗവർണർ ആവശ്യമില്ലാത്ത വാഹനങ്ങൾ ഏത്? ഫയർ ടെൻഡർ, ക്വാഡ്രി സൈക്കിൾ, ആംബുലൻസ്. ഒരു മോട്ടോർ വാഹനത്തിൽ നിന്നും പുറപ്പെടുവിക്കാനാവുന്ന പരമാവധി ശബ്ദത്തിന് നിയന്ത്രണം എല്ലാ മോട്ടോർ വാഹനത്തിനും ബാധകമാണ്. ഹസാഡസ് ഗുഡ്സ് വാഹനത്തിൽ ഉണ്ടായിരിക്കേണ്ടത് എന്തെല്ലാം? ഫയർ എക്സ്റ്റിംഗ്വിഷർ, എമർജൻസി ഇൻഫോർമേഷൻ പാനൽ, VLTD. ഹസാഡസ് ഗുഡ്സ് വാഹനങ്ങളിൽ ക്ലാസ് ലേബലിന്റെ വലിപ്പം 280 mm² ആണേ. അപ്പൊ ഇത്രയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ. ഒരുപാട് പേര് ഇതിന്റെ ആൻസർ കീ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആൻസർ കീ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ ഷെയർ ചെയ്തിട്ടേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തിട്ട് പോകണം. പിന്നെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സുകളെല്ലാം റണ്ണിംഗ് ആണ്. അഡ്മിഷൻ ഓപ്പൺ ആണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോളൂ. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കുവേ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.